നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം അടുത്തെത്തുമ്പോൾ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിൽ ഏറ്റവും വലിയ ആശങ്ക എന്താണ്? വിലക്കയറ്റം. പ്രത്യേകിച്ച് അടുക്കളയിലെ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ ഓണച്ചെലവ് എങ്ങനെ നിയന്ത്രിക്കും എന്നതാണ് ഓരോ കുടുംബത്തിന്റെയും ചോദ്യം. ഇതിനിടയിലാണ് കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വില ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ഉയർന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജൂലൈയിൽ മൊത്ത വിപണിയിൽ ഏകദേശം 240 രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില ഒരാഴ്ചയ്ക്കുള്ളിൽ 300 രൂപയിലെത്തിയതായി വ്യാപാര മേഖലയിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. ചില്ലറ വിപണിയിലാകട്ടെ വില 320 മുതൽ 350 രൂപ വരെ എത്തിയിരിക്കുകയാണ്. ഓണം അടുത്തെത്തിയ സാഹചര്യത്തിൽ ഈ വിലക്കയറ്റം സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കും? വില ഇനിയും ഉയരുമോ? വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി നൽകണമെന്ന ആവശ്യം എന്തുകൊണ്ട് ഉയരുന്നു? ഇതോടൊപ്പം തന്നെ ഇന്ന് പറയാനുള്ള മറ്റൊരു പ്രധാന വാർത്ത, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 24ാം ഗഡുവിനെ കുറിച്ചാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമാണോ PM കിസാൻ ലഭിക്കുക? ഒരേ വീട്ടിൽ താമസിക്കുന്ന സഹോദരന്മാർക്ക് എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുമോ? കുടുംബം എന്നത് PM കിസാനിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഇതും വിശദമായി നോക്കാം. അതിനുശേഷം നമ്മൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഓണം ബോണസ്, അതുപോലെ പെൻഷൻ വാർത്ത, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. മസ്റ്ററിംഗ് സെപ്റ്റംബർ 30-ന് മുമ്പ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും. ഓണത്തെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ? അതുപോലെ 1 മാസത്തെ പെൻഷൻ എപ്പോഴാണ് ലഭിക്കാൻ സാധ്യത? അതുപോലെ ഇതെല്ലാം ഒന്നും നമ്മൾ വിട്ടുപോകാതെ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കും. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓണക്കാലത്ത് മലയാളിയുടെ അടുക്കളയിൽ വെളിച്ചെണ്ണയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പല വീടുകളിലും പലഹാരങ്ങൾ ഉണ്ടാക്കാനും വറുത്ത വിഭവങ്ങൾ തയ്യാറാക്കാനും മറ്റ് പാചക ആവശ്യങ്ങൾക്കുമായി വെളിച്ചെണ്ണ കൂടുതലായി ഉപയോഗിക്കും. അതിനാൽ തന്നെ ഓണം അടുത്തെത്തുമ്പോൾ വെളിച്ചെണ്ണയുടെ വില ഉയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിൽ നേരിട്ട് പ്രതിഫലം ആവും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രധാന ആശങ്ക, ജൂലൈ മാസത്തിൽ തന്നെ മൊത്ത വിപണിയിൽ ഏകദേശം 240 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 300 രൂപയായി ഉയർന്നതായി വ്യാപാര മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ പറയുന്നു. അതായത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വില വർധനവ് എന്നുള്ളതാണ്. ചില്ലറ വിപണിയിൽ ഈ വില 320 മുതൽ 350 രൂപ വരെ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഉപഭോക്താക്കൾക്ക് സ്വാഭാവികമായും ഒരു ചോദ്യം, ഓണം അടുത്തെത്തുന്നതോടെ വില ഇനിയും ഉയരുമോ? ഈ ആശങ്കയാണ് ഇപ്പോൾ ശക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ വില ഉയരാൻ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആദ്യമായി പറയാനുള്ളത് അന്തർ സംസ്ഥാന ലോബികളുടെയും വ്യാപാരികളുടെയും ഇടപെടലാണ്. വെളിച്ചെണ്ണയുടെ വിപണി കേരളത്തിന് പുറത്തുള്ള ഉൽപാദന കേന്ദ്രങ്ങളുമായും വ്യാപാര ശൃംഖലയുമായും ബന്ധപ്പെട്ടതാണ്. അതിനാൽ കേരളത്തിലെ വിലയെ ബാധിക്കുന്ന പല ഘടകങ്ങളും സംസ്ഥാനത്തിന് പുറത്താണ് തീരുമാനിക്കപ്പെടുന്നത്. രണ്ടാമതായി ഉയരുന്ന ആരോപണം ഓണ വിപണി ലക്ഷ്യമിട്ടുള്ള പൂഴ്ത്തിവയ്പ്പാണ്. തമിഴ്നാട്ടിലെ കങ്കയം ഉൾപ്പെടെയുള്ള പ്രധാന വിപണി കേന്ദ്രങ്ങളിൽ ഓണത്തിന് മുൻപായി തേങ്ങയും കൊപ്രയും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതായി വ്യാപാര മേഖലയിൽ ആരോപണങ്ങളുണ്ട്. വിപണിയിൽ ലഭ്യത കുറയുമ്പോൾ വില ഉയരാനുള്ള സാധ്യത വർദ്ധിക്കും. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വില ഉയരുന്നുവെന്ന റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കി മുഴുവൻ വിലക്കയറ്റം പൂഴ്ത്തിവയ്പ് മൂലമാണെന്ന് ഉറപ്പിച്ചു പറയാനുമാവില്ല. ഉൽപ്പന്നം, അസംസ്കൃത വസ്തുക്കളുടെ വില, ഗതാഗത ചെലവ്, വിപണി ആവശ്യകത, വ്യാപാരികളുടെ മാർജിൻ തുടങ്ങിയ നിരവധി ഘടകങ്ങളും വിലയെ ബാധിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ പ്രധാന വിഷയമാണ് സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ കാര്യക്ഷമത സംബന്ധിച്ച ചർച്ചയാണ്. ഓണം പോലെയുള്ള ഉത്സവകാലത്ത് ആവശ്യകത വർദ്ധിക്കുമെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതിനാൽ ആവശ്യമായ അളവിൽ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാനുള്ള ഇടപെടലുകൾ ശക്തമാക്കണമെന്നാണ് ആവശ്യം. ഇനി സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇവിടെയാണ് സപ്ലൈകോയുടെ പ്രസക്തി. വില നിയന്ത്രിക്കുന്നതുമായി സർക്കാർ സ്ഥാപനങ്ങൾ വഴി സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന രീതി കേരളത്തിൽ മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പ്രധാന ആവശ്യം സപ്ലൈകോ വഴിയും കേരാഫെഡ് വഴിയും വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഓണക്കാലത്ത് ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകാം. പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് വിപണി വിലയും സബ്സിഡി വിലയും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു നിർദ്ദേശമാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് നിശ്ചിത അളവിൽ കുറഞ്ഞ നിരക്കിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കുക എന്നുള്ളത്. ഇത് നടപ്പാക്കണമെങ്കിൽ സർക്കാർ ആവശ്യമായ അളവിൽ വെളിച്ചെണ്ണ സംഭരിക്കണം. വിതരണ സംവിധാനം സുതാര്യമാക്കിയിരിക്കണം. അർഹരായവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം.
മറ്റൊരു നിർദ്ദേശം ഉൽപാദകരുമായും വ്യാപാരികളുമായും സർക്കാർ ചർച്ച നടത്തുക എന്നതാണ്. വില പെട്ടെന്ന് ഉയരാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇനി ഓണവിപണിയിൽ സാധാരണക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, ഒരേ ബ്രാൻഡിന്റെ വില പല കടകളിലും പരിശോധിക്കുക. രണ്ടാമതായി, ലേബിളിൽ നൽകിയിരിക്കുന്ന അളവ് ശ്രദ്ധിക്കുക. മൂന്നാമതായി, MRP പരിശോധിക്കാതെ വാങ്ങരുത്. നാലാമതായി, വില വ്യത്യാസം വളരെ കൂടുതലാണെങ്കിൽ ബില്ല് വാങ്ങുക. അഞ്ചാമതായി, സർക്കാർ സ്ഥാപനങ്ങളിലൂടെ സബ്സിഡി നിരക്കിൽ ഉൽപ്പന്നം ലഭ്യമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓണത്തിനു മുൻപ് വില വർദ്ധിക്കുന്ന ഭയത്തിൽ ആവശ്യത്തിലധികം വാങ്ങി സൂക്ഷിക്കുന്നത് തന്നെ വിപണിയിലെ കൃത്രിമ ക്ഷാമത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ആവശ്യത്തിന് അനുസരിച്ച് മാത്രം വാങ്ങുന്നതാണ് നല്ലത്. ഇനി രാജ്യത്തെ കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയെക്കുറിച്ചാണ്. കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. യോഗ്യരായ കർഷക കുടുംബങ്ങൾക്ക് ഒരു വർഷത്തിൽ 6,000 രൂപ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി. ഈ തുക സാധാരണയായി 3 തുല്യ ഗഡുക്കളായാണ് നൽകുന്നത്. അതായത് ഓരോ ഗഡുവിലും 2,000 രൂപ വീതം തുക നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തിക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ഇപ്പോൾ കർഷകർ പ്രധാനമായും കാത്തിരിക്കുന്നത് 24ാം ഗഡുവിനായാണ്. എന്നാൽ ഗഡു ലഭിക്കുമോ എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന സംശയം എല്ലാവർക്കുമുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്ന 2 സഹോദരന്മാർക്കും PM കിസാൻ ലഭിക്കുമോ എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. PM കിസാൻ പ്രധാനമായും പരിഗണിക്കുന്നത് യോഗ്യരായ കർഷക കുടുംബത്തെയാണ്. ഇവിടെ കുടുംബത്തെ വെറും ഒരേ കെട്ടിടത്തിൽ താമസിക്കുന്ന ആളുകളുടെ കൂട്ടമായി മാത്രം കാണാൻ പാടില്ല. ഒരു കുടുംബം എന്നത് സാധാരണയായി ഭർത്താവ്, ഭാര്യ, അതുപോലെ അച്ഛൻ, അമ്മ എന്നുള്ളതെല്ലാമാണ്. മക്കൾ എന്നിവരെ ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റാണ് ഈ പദ്ധതിയിൽ നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും സ്വന്തമായി ഒരു 6,000 രൂപ ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. പക്ഷെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. 2 സഹോദരന്മാർക്ക് വ്യത്യസ്ത കുടുംബ യൂണിറ്റുകളായും സ്വന്തം പേരിലുള്ള കൃഷിഭൂമിയായും യോഗ്യതയുണ്ടെങ്കിൽ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വെറും ഒരേ വീടിന്റെ മേൽവിലാസം നോക്കി മാത്രം തീരുമാനിക്കാനാകില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, കുടുംബഘടന, പദ്ധതിയുടെ മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവ പരിശോധിക്കേണ്ടതുണ്ട്. കർഷകർ അവരുടെ രേഖകളിൽ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. എന്നാലേ അടുത്ത PM കിസാൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പ്രധാനമായും ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഭൂമിയുടെ രേഖകൾ, ബാങ്ക് അക്കൗണ്ടിന്റെ നില, KYC, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ പിശകുണ്ടെങ്കിൽ ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത ഗഡു കാത്തിരിക്കുന്നവർ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ സ്വന്തം വിവരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട രേഖകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. PM കിസാന്റെ അടുത്ത 24ാം ഗഡുവായ 2,000 രൂപ അടുത്ത മാസമോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോ വിതരണം നടത്തുമെന്നാണ് പല മാധ്യമ റിപ്പോർട്ടുകളും ഇപ്പോൾ പറയുന്നത്. ഇനി നമ്മൾക്ക് കേരള സർക്കാർ ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ നോക്കാം. ഇനി കേരളത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കാത്തിരിക്കുന്ന ഒരു വിഷയമാണിത്. ഓണം മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാർക്കായി വിവിധ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഓണം ബോണസ് ആണ്. യോഗ്യരായ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ് അനുവദിച്ചതായി വിവരമുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ ബോണസ് ലഭിക്കണമെന്നില്ല. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് പകരം 3,000 രൂപ പ്രത്യേക ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതായത് ബോണസിന് അർഹരല്ലാത്ത ജീവനക്കാർക്കും ഓണത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിലാണ് തീരുമാനം. ഇതോടൊപ്പം മറ്റൊരു പ്രധാന ആനുകൂല്യമാണ് 20,000 രൂപയുടെ അഡ്വാൻസ്. ഓണച്ചെലവുകൾ നേരിടാൻ ജീവനക്കാർക്ക് സഹായമാകുന്ന രീതിയിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇത് ബോണസിൽ നിന്ന് വ്യത്യാസമാണ്. ബോണസ് 4,500 രൂപ, ഫെസ്റ്റിവൽ അലവൻസ് 3,000 രൂപ, ഓണം അഡ്വാൻസ് 20,000 രൂപ. ഇവയുടെ അർഹതയും തിരിച്ചടവ് വ്യവസ്ഥകളും ഒരേ രീതിയിൽ ഉള്ളതല്ല. അതുകൊണ്ട് സർക്കാർ പെൻഷൻ ജീവനക്കാരും സ്വന്തം വിഭാഗത്തിൽ ബാധകമായ സർക്കാർ ഉത്തരവ് പരിശോധിക്കണം. ഓണം അഡ്വാൻസ് എന്നത് സാധാരണ ഒരു അഡ്വാൻസ് തുകയാണ്. അത് കൂടുതൽ ബോണസായി കണക്കാക്കരുത്. ഇനി ക്ഷേമ പെൻഷനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വിഷയമാണ് ക്ഷേമ പെൻഷൻ. ഓണം അടുത്തെത്തിയതോടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രധാന ചോദ്യം ഓണത്തിന് മുൻപ് പെൻഷൻ ലഭിക്കുമോ, 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഓണം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ മുൻകൂറായി വിതരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കണം. 2 മാസത്തെ പെൻഷൻ ഉറപ്പായി അന്ന് ലഭിക്കുമെന്ന ഉത്തരവും വന്നിട്ടില്ല. പക്ഷേ
ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാർക്കെല്ലാം 3500, അതായത് ഈ ഒരു 20,000 രൂപയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. 3000 രൂപ ഫെസ്റ്റിവൽ അലവൻസ്, ബോണസ് 4500 എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ, ഈ ഒരു കാര്യം ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ്. ഓഗസ്റ്റ് 25-ന് മുൻപ് 1 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. എന്നാൽ അന്തിമ തീയതി സർക്കാർ ഔദ്യോഗികമായി വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. 1 മാസത്തെ സാധാരണ ക്ഷേമ പെൻഷൻ തുക 2000 രൂപ എന്ന നിലയിലാണ് നിലവിൽ ലഭിക്കുന്നത്. അതിനാൽ 2 മാസത്തെ പെൻഷൻ എന്ന് വെച്ചാൽ 2000 പ്ലസ് 2000, അതായത് അടുത്ത മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുകയാണെങ്കിൽ അടുത്ത മാസത്തെ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാർഷിക മസ്റ്ററിംഗ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് പ്രധാനപ്പെട്ട നടപടിയാണ്. 2026-ലെ മസ്റ്ററിംഗ് പ്രക്രിയ സെപ്റ്റംബർ 30-നകം തന്നെ പൂർത്തിയാക്കണം. ചെയ്യാത്ത പക്ഷം അടുത്ത ഗഡു തടസ്സപ്പെടുന്നതായിരിക്കും. സെപ്റ്റംബറിന് ശേഷമുള്ള ഗഡു തടസ്സപ്പെടുന്നതായിരിക്കും. സാധാരണ അക്ഷയ കേന്ദ്രം വഴിയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുക. ബയോമെട്രിക് പരിശോധനയിൽ വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാൻ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗുണഭോക്താവിനെ സ്ഥിരീകരിക്കും. അതുകൊണ്ട് പെൻഷൻ ലഭിക്കുന്നവർ അവസാന തീയതി വരെ കാത്തിരിക്കുന്നത് തെറ്റായ കാര്യമാണ്. അതായത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ, പെൻഷൻ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ എത്രയും വേഗം തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളോടൊപ്പം തുടർന്നിരിക്കും. നന്ദി, നമസ്കാരം.